ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയായിരിക്കും നമ്മുടെ സന്തോഷം കെടുത്തി കളയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആകാം. അവരുടെ സാന്നിധ്യം നിങ്ങളിൽ ഒരു നെഗറ്റീവ് എനർജി നിറയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ ചില ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട 10 തരം ആളുകളെ കുറിച്ചാണ്. അതിൽ നമ്പർ 1, എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നവർ. ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും, പക്ഷേ അവ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് പൂർണ്ണമായും നശിപ്പിക്കും. സ്നേഹത്തിൻ്റെ പേര് നിങ്ങളെ ഹേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ മോക്ക് ചെയ്യുന്നവർ, ഇവരെ ഒരിക്കലും നിങ്ങളുടെ വെൽവിഷേഴ്സ് ആണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ വളരുന്നത് കാണാൻ ആഗ്രഹിക്കാത്തവരുടെ മുന്നിൽ നിങ്ങളുടെ സക്സസ് സ്റ്റോറികൾ പങ്കുവെക്കാതിരിക്കുക. നമ്പർ 2, ഏതൊരു ഇഷ്യൂ ഉണ്ടായാലും നിങ്ങളെ മാത്രം അതിൻ്റെ ഫുൾ ബ്ലെയിം ചെയ്യുന്നവർ. സ്വന്തം ഭാഗത്തെ തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എപ്പോഴും മാനസിക സമ്മർദ്ദം തരുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ 2 പേരും ഉത്തരവാദിത്തം കാണിക്കണം. നമ്പർ 3, അവർക്ക് എന്തെങ്കിലും ഒരു ഫേവർ വേണമെങ്കിൽ മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവർ. അവർ ഒരു ക്രൈസിസിലായിരിക്കുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരാകും, എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. ഇതൊരു ബന്ധമല്ല, വെറും സെൽഫിഷ്നെസ് ആണ്. നമ്പർ 4, നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ലിമിറ്റേഷൻസ് വ്യക്തമാക്കിയാലും അത് ബഹുമാനിക്കാതെ വീണ്ടും അത് തന്നെ ചെയ്യുന്നവർ. നിങ്ങളുടെ പ്രൈവസിയെയോ ടൈമിനെയോ വാല്യൂ ചെയ്യാത്തവർ സത്യത്തിൽ നിങ്ങളെയും ബഹുമാനിക്കുന്നില്ല. നമ്പർ 5, നിങ്ങളുടെ സന്തോഷത്തിലും വിജയത്തിലും ജെന്യുവിനായി സന്തോഷിക്കാൻ കഴിയാത്തവർ. നിങ്ങളുടെ നേട്ടങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നോക്കുന്നവർ നിങ്ങളുടെ സർക്കിളിൽ ഉണ്ടാകരുത്. നെഗറ്റീവ് വൈബ്സ് ഉള്ളവരുടെ ഇടയിൽ നിങ്ങളുടെ സന്തോഷം അധികകാലം നിലനിൽക്കില്ല. നമ്പർ 6, ചിലരുടെ കൂടെ ഇരിക്കുമ്പോൾ ഓരോ വാക്കും അളന്നു തൂക്കി പറയേണ്ടി വരാറുണ്ടോ? അവർ എപ്പോഴാണ് റിയാക്ട് ചെയ്യുക എന്ന് ഭയന്ന് ജീവിക്കുന്നത് ഒരു ഇമോഷണൽ പ്രിസമാണ്. നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ പറ്റാത്ത ഒരിടത്തും നിങ്ങൾ നിൽക്കരുത്. നമ്പർ 7, നിങ്ങളുടെ പാഷനെയോ ലക്ഷ്യങ്ങളെയോ കാര്യമായി എടുക്കാത്തവർ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടൈം സാക്രിഫൈസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നവർ നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് കിൽ ചെയ്യുന്നത്. നമ്പർ 8, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈൻ. ഒരാളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വലിയൊരു റിലീഫ് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾ നൽകുന്ന മെസ്സേജാണ്. ആ ബന്ധം നിങ്ങളെ തളർത്തുന്ന ഒന്നാണെന്ന്. നമ്പർ 9, എല്ലായ്പ്പോഴും മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളോട് മോശമായി സംസാരിക്കുന്നവരുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കും. ഇത്തരക്കാർ എപ്പോഴും നെഗറ്റീവ് എനർജി മാത്രമേ ചുറ്റും പരത്തുകയുള്ളൂ. മറ്റൊരാളെ താഴ്ത്തികെട്ടി സംസാരിക്കുന്നതിലൂടെ അവർ താൽക്കാലിക സന്തോഷം കണ്ടെത്തുന്നു. ഇവരിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളുടെ അന്തസ്സിന് നല്ലതാണ്. നമ്പർ 10, നിങ്ങൾ പുതിയ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നവർ ഉണ്ടോ? നിങ്ങളുടെ ഡ്രീംസ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ വളർച്ചയിൽ കൂടെ നിൽക്കുന്നവർക്ക് പകരം നിങ്ങളെ ആ പഴയ അവസ്ഥയിൽ തന്നെ തളച്ചിടാൻ നോക്കുന്നവർ നിങ്ങളുടെ ശരിക്കുള്ള സുഹൃത്തുക്കളല്ല. ബന്ധങ്ങൾ നമ്മുടെ കരുത്താവണം, അല്ലാതെ നമ്മെ തളർത്തുന്ന ഭാരമാവരുത്. സ്റ്റോയിക് ഫിലോസഫി പറയുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ സമാധാനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് മാറി നിൽക്കാൻ പഠിക്കണം. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവരെ സമാധാനത്തോടെ മാറ്റി നിർത്തുക. അവരോടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കുക. നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ എന്ത് കുറ്റബോധവും തോന്നേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.